സ്കൂളൊക്കെ റീഓപ്പൺ ആകാറായി കേട്ടോ. മിഡ് വെക്കേഷൻ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനി 2-3 ദിവസം കൂടിയുള്ളൂ. അതിനു മുമ്പ് അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കാണണം. അക്കൂട്ടത്തിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കാണാമല്ലോ. രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഞങ്ങളിത് ഇപ്പോൾ അൽബിദ പാർക്കിലാണ് കേട്ടോ ഉള്ളത്. അത് അത്യാവശ്യം വലിയ പാർക്കാണ്. പിള്ളേർക്ക് നല്ല പോണം കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഈ പ്ലേ ഏരിയ പാർക്കിൽ കയറി കുറച്ച് നടന്നാൽ തന്നെ എത്തുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അവരവിടെ നിന്ന് മാറ്റി കുറച്ച് ദൂരത്തേക്കാക്കി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ നടക്കമുണ്ടായിരുന്നു. നമ്മൾ നടന്ന ഒരു വിധത്തിൽ അങ്ങനെ പ്ലേ ഏരിയ എത്തി. ഇനി അവർ കുറച്ച് നേരം ഇവിടെ കളിക്കട്ടെ അല്ലേ. Ando. Uy. Bye. ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞ് ഏകദേശം 3 മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ. കളിച്ച് അവർക്ക് വിശക്കാനും തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ അവിടെയുള്ള ടീ ടൈമിലേക്ക് വിട്ടു. അവർ രണ്ടുപേരും അവിടെ കളിക്കുക കേട്ടോ. ഞാനും മോനും പിന്നെ എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ 3 പേരും കൂടി പോയി അവിടെ പോയി 2 ബ്ലാക്ക് ടീയും കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിയിട്ട് വീണ്ടും പ്ലേ ഏരിയയിലേക്ക് കേട്ടോ. കവറിനകത്ത് എന്താണെന്ന് അവൻ ചെക്ക് ചെയ്യുകയാണേ. ഞങ്ങൾ സ്നാക്സ് വാങ്ങി വന്നത് 2 പേര് ഓടിയെത്തി. 2 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് അവരെ വീണ്ടും കളിക്കാൻ വിട്ടു. കുറച്ച് നേരം കൂടി നമ്മളവിടെ ഇരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് നേരം പോയതറിഞ്ഞില്ല. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ ഞാൻ പറഞ്ഞില്ലേ, അവിടേക്ക് പോകണം. അവളും ഞാനും കുറേ നാളായിട്ട് പ്ലാനിങ്ങുള്ളതാണ് കേട്ടോ ഈ ഒരു കഫേ. ഇവിടെ പോകാൻ ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യണു. ഇതുവരെ നടന്നില്ല. ചിലർ ട്രിപ്പ് പ്ലാൻ ചെയ്തില്ലേ, അതേപോലെയാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാനിങ്. ചിലരുടേത് ശരിയാവും, ചിലരുടേത് ശരിയാവത്തില്ല. അതേപോലെയായിരുന്നു ഞങ്ങളുടേതും. അവസാനം ഞങ്ങൾ വന്നു ഗൈസ്. ഇത് ബർബ വില്ലേജിൽ ഉള്ള കഫേ ഡി ക്ലാസിക്കോ കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ആവിൽ മിൽക്ക് ഓർഡർ ചെയ്തു, ന്യൂട്ടെല്ല ഷേക്ക്, പിന്നെ പിള്ളേർക്ക് ബർഗർ, പാസ്ത, അങ്ങനെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു. ഇതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ബർഗർ, പിന്നെ ആവിൽ മിൽക്ക്, പിന്നെ ന്യൂട്ടെല്ല ഷേക്ക്. ബാക്കി പാസ്ത ഓക്കെ, പിന്നെ മറ്റേ സാധനം അതും ഓക്കെ ആയിരുന്നു. എൻ്റെ ഫ്രണ്ടിന് ഫ്രണ്ടിലേക്ക് വരാൻ താല്പര്യമില്ല കേട്ടോ. അവൾക്ക് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാനാണ് ഇഷ്ടം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. ഞങ്ങൾ ഇന്നത്തെ ദിവസം മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. ഫുഡ് കഴിച്ചിട്ടാണല്ലോ അതെ, വർത്തമാനം പറഞ്ഞിട്ടാണല്ലോ അതെ, പിള്ളേരുടെ രീതിയിലായാലും അതെ, എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എപ്പോഴാണ് നടക്കുക. ആ ജ്യൂസ് അത് അടിപൊളിയായിരുന്നു കേട്ടോ. ന്യൂട്ടെല്ല ഷേക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ കഫേയുടെ പുറത്ത് വന്നു കേട്ടോ. പുറത്ത് വന്നത് ഈ ചെയറിൽ കണ്ടില്ലേ, അവിടെ കുറച്ച് നേരം ഇരുന്നു. നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കാനും നല്ല വൈബാണ് കേട്ടോ. ഒരുപാട് നേരം വൈബടിച്ചിരുന്ന വീട്ടിലെത്താൻ ലേറ്റാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.